ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, ശ്രീകാന്ത് തുടങ്ങിയ എല്ലാവരും വലിയ സന്തോഷം. ഈ സിനിമയുടെ വലിയൊരു സക്സസ് ഇപ്പോൾ സംസാരത്തിൽ നിന്നാണ് മനസ്സിലായത്. ഈ സിനിമ കുറച്ച് 1-2 വർഷങ്ങളുടെ കണ്ടൻറ്റിൻ്റെ ബലം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് ചില കണ്ടൻസ് അങ്ങനെയാണ്, എത്ര വർഷം പഴകിയാലോ ഈ വൈനിന് മദ്യത്തിന് വീര്യം കൂടുന്ന് പറയുന്ന പോലെ, ക്ലബായതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറയുന്ന പോലെ സബ്ജക്റ്റിന് അത്രയും ഡെപ്ത് ഉണ്ട് എന്നാണ് ഇവിടുത്തെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത്. ICU അത് നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം. ഇപ്പോൾ ഇവിടെ പറയേണ്ടായി, ഒരുപാട് സിനിമകൾ നോമ്പ് കാലത്താണെങ്കിലും സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കട്ടെ. കാരണം ഈ സിനിമയും വലിയൊരു വിജയമാവട്ടെ. കാരണം ഈ സിനിമ വലിയൊരു വിജയമാവേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. കാരണം മിനി സ്റ്റുഡിയോ നമ്മുടെ അടുത്ത സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എന്തായാലും കാശ് എന്തായാലും വന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. സിനിമ ഗംഭീരമാവട്ടെ, വലിയ വിജയമാവട്ടെ. ICUവിൻ്റെ ഈ ട്രെയിലർ ലോഞ്ച് അല്ലേ, ഇപ്പം എൻ്റെ പണിയാണോ അത് അല്ലേ? ഓക്കെ, അങ്ങോട്ട് വരണം. ഏറ്റവും എടുത്ത് പറയേണ്ട ഒരാൾ ഇതിൻ്റെ ക്യാപ്റ്റനാണ്, ജോർജ് വാഗീസ്. എനിക്ക് തോന്നുന്നത് താന്തോന്നി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം മിക്ക സെറ്റിലും ജോർജ് എന്നെ കാണാൻ വരുമായിരുന്നു. ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരു കഥയും കാര്യങ്ങളൊന്നും വർക്കായില്ല. പക്ഷേ ഐ എം സോ സോറി. സംസാരിച്ച് അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് പോയി. ജോർജ്, ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ പ്രയത്നം, കാരണം ജോർജ് ഒരു സിനിമ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. പലപ്പോഴും പല കഥകളായിട്ട് ഒരുപാട് സിനിമ ചെയ്യാൻ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേര്, അല്ലെങ്കിൽ ഒരുപാട് പേര് ഒരാളായിട്ടാണ് എനിക്ക് ജോർജിനെ തോന്നിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ജോർജിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഈ സിനിമ വലിയ ഹിറ്റായി മാറട്ടെ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്.